ലീഗ് സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി വേങ്ങരയിൽ നിന്ന് മാറി മലപ്പുറത്ത് ജനവിധി തേടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോൺഗ്രസുമായി ചർച്ച പൂർത്തിയായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അധികം വൈകാതെ തന്നെ ലീഗ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവരും. ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുകയാണ്. ഭാരവാഹികളെയാണ് വിളിച്ചിട്ടുള്ളത്. ഭാരവാഹികളെ കൂടിയിരുന്നിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്താമെന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. ഓരോ മണ്ഡലത്തിലെയും പ്രത്യേകത ഏതെല്ലാം സ്ഥാനാർത്ഥികളെയാണ് ഓരോരുത്തരും നിർദ്ദേശിക്കുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണിന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. അപ്പോൾ കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. ഞാനിപ്പോൾ ഒരു നല്ല സ്ഥാനത്താണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒഴിവാകണോ, പാർലമെൻ്ററി രംഗത്തേക്ക് വരണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഏതായിരുന്നാലും ഇന്ന് നാളെയൊക്കെ അതിൻ്റെ ചിത്രം തെളിയും. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് വിവരങ്ങളുമായുണ്ട്. ഗോകുൽ, സീറ്റുകളുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഇനി അറിയേണ്ട കാര്യം, പി കെ കുഞ്ഞാലിക്കുട്ടി വേങ്ങര വിട്ട് മലപ്പുറത്തേക്ക് വരുന്നു, ആ കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ? പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴുണ്ടാകും മുസ്ലിം ലീഗിന്? ഗോപികൃഷ്ണൻ, വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ കണ്ട സമയത്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ ചൊവ്വാഴ്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് സംഘടനാ രംഗത്ത് തുടരാൻ ആഗ്രഹം എന്ന് പറയുന്നു. ഈ വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പകരം വേങ്ങരയിൽ അല്ലെങ്കിൽ തിരൂരങ്ങാടിയിൽ PMA സലാമിനെ പരിഗണിക്കുമെന്നായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. എന്നാൽ PMA സലാം തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നു, തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, തനിക്ക് സംഘടനാ രംഗത്ത് തുടരാനാണ് താല്പര്യം. അത് നേതൃത്വത്തെ, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നേരത്തെ നടന്നിട്ടുണ്ടെന്ന് PMA സലാം പറയുന്നു. പക്ഷേ ഈ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ചർച്ച നടത്തും. സംസ്ഥാന ഭാരവാഹികളുമായിട്ടുള്ള ഒരു ചർച്ചയാണ്, 1-to-1 മീറ്റിംഗ് ആണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഓരോ നേതാക്കളുമായി നേരിട്ട് തങ്ങളുടെ മണ്ഡലത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും, സാഹചര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷം അനുയോജ്യരായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 27 സീറ്റിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക. 30 സീറ്റൊക്കെ UDF മുന്നിൽ മുസ്ലിം ലീഗ് ആവശ്യം വച്ചിരുന്നെങ്കിലും അത്തരത്തിലൊരു സാഹചര്യമില്ല. 27 സീറ്റിൽ തന്നെ മത്സരിക്കും. തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചുമാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രധാനമായി ഉയർന്നു കേൾക്കുന്നത് മലപ്പുറത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മാറുമോ, അങ്ങനെ മാറിയാൽ പകരം വേങ്ങരയിൽ ആര്? PMA സലാം താൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം മത്സരിക്കുമെന്നൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം എത്രത്തോളം ഉണ്ടാകുമെന്നൊരു ചോദ്യം പ്രധാനമായിട്ടുമുണ്ട്. നേരത്തെ ഒരാളായിരുന്നു കോഴിക്കോട് സൗത്തിലായിരുന്നു കഴിഞ്ഞ തവണ ഒരാൾ മത്സരിച്ച സാഹചര്യമുണ്ടായി. ഇത്തവണ 1-ലധികം ആളുകളെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഫാത്തിമ തഹലയ, സുഹറ മെമ്പാട് ഉൾപ്പെടെയുള്ള ആളുകളുടെ, ജയന്തി രാജൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മത്സരിക്കുമെന്നൊരു കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു. താനൂരായിരിക്കും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. 4-ലധികം MLA-മാർക്ക് സീറ്റ് ഉണ്ടാവില്ല എന്നൊരു വിവരം പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA-മാർ പല ആളുകളും മണ്ഡലം മാറാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം ഇതു സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും ഇന്നോ അല്ലെങ്കിൽ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുമാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. ഇപ്പോഴെന്തായാലും നേതാക്കളുമായിട്ടുള്ള 1-to-1 മീറ്റിംഗ് ഇവിടെ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിട്ടുണ്ട്. പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള PMA സലാം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളും എത്തിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള 1-to-1 മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തായിരിക്കും മീറ്റിംഗ് തീരുക എന്നതിനെ സംബന്ധിച്ച ഒരു കാര്യം നമുക്ക് വ്യക്തതയില്ല. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴും LDF ഈ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടേക്ക് വരുമ്പോഴും ഈ മുസ്ലിം ലീഗിന് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന കാര്യം ഈ അവസാന ഘട്ടത്തിലും പറയുന്നതും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ലീഗിന്റെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി ഗോകുൽ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ നേതാക്കളുമായുള്ള മുഖാമുഖം നടക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി
എന്നിവർ അവിടെ എത്തിയിട്ടുണ്ട്. തങ്ങളിപ്പോൾ നേതാക്കളെ ഒറ്റയ്ക്ക് കാണുന്നു. അതിനുശേഷം കൂട്ടായ കൂടിയാലോചനകൾക്കൊക്കെ ശേഷമായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും മുസ്ലിം ലീഗിന്റെ എന്നാണ് അറിയുന്നത്. എല്ലാ MLA-മാരും ഇത്തവണ സിറ്റിംഗ് MLA-മാർ മത്സരരംഗത്തുണ്ടാകില്ല. ചില മാറ്റങ്ങൾ ഉണ്ടാകും. PMA സലാം മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ അവ്യക്തതയുണ്ട്. താൻ പാർട്ടിയുടെ ഉന്നതമായ പദവിയിൽ ഇരിക്കുകയാണ്, ഇനി പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് PMA സലാമിന്റെ പ്രഖ്യാപനം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഏതായാലും ലീഗിനകത്തുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം MLA-മാരിൽ ആരെങ്കിലും ഇത്തവണ സീറ്റ് മത്സരിക്കാതെ മാറി നിൽക്കുമോ? PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലം വേങ്ങരയിൽ നിന്ന് അദ്ദേഹം പിന്നെ മലപ്പുറത്തേക്ക് മാറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത്. ഏതായാലും ഇതിന്റെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ ലീഗിന്റെ തീരുമാനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വൈകാതെ തന്നെ വരും. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.